إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ളൊരു ജാഗ്രത നമ്മൾ വെച്ച് പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അറബ് മാസം യഥാർത്ഥത്തിൽ ഒരു വർഷം പിന്നിടുകയാണ്. പുതുവർഷം കടന്നു വരികയാണ്. കഴിഞ്ഞൊരു വർഷം എൻ്റെ ജീവിതത്തിൽ നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയത്, വരുന്ന വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ അനിവാര്യമായത്, അത് നൽകുന്ന മഹത്തായ സന്ദേശമാണ്. ദുൽഹിജ്ജ അതാണ് നമ്മളോട് വിളംബരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കൃത്യമായി ഖുർആനിലൂടെ വരച്ച് കാണിച്ചു പറഞ്ഞു, സ്വന്തം ആത്മാവിനെ സ്വയം വെട്ടിയായ മനുഷ്യനല്ലാതെ, സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാർക്കാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട്, പ്രസ്ഥാനത്തോട് വിമുഖത കാണിക്കാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത അല്ലാഹു ചോദിക്കുകയാണ്, സ്വയം വെട്ടിയായ മനുഷ്യനല്ലാതെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനോട് വിമുഖത കാണിക്കാൻ, അതിനോട് അനിഷ്ടം കാണിക്കാൻ, അതിനോട് താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കാൻ അവർക്കല്ലാതെ ആർക്കാണ് സാധിക്കുക എന്നാണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ, അതിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്, സുമ്മ ഔഹൈനാ ഇലൈക അൻ ഇത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, താങ്കൾക്ക് പിന്നീട് നാം ബോധനം നൽകിയിട്ടുണ്ട്. താങ്കൾ പിന്തുടരണം മില്ലത ഇബ്രാഹിം ഹനീഫ, ഋജുമാനസ്കനായ, വളവില്ലാത്ത, വക്രതയില്ലാത്ത, കാപട്യമില്ലാത്ത, ചെരിവില്ലാത്ത ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മില്ലത്തിനെ താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾ പിന്തുടരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് നബിയോട് മാത്രമുള്ള കൽപ്പനയായിരുന്നില്ല, എല്ലാവരും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്യണമെന്നാണ്. ഖുൽ സദഖല്ലാഹ്, പറയുക അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിരിക്കുന്നു. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഋജുമാനസ്കനായ, വളവില്ലാത്ത, ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ വളവില്ലാത്ത, വക്രതയില്ലാത്ത എന്നൊക്കെയാണ് അർത്ഥം. ചെരിവില്ലാത്ത, ചാഞ്ചാട്ടമില്ലാത്ത അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്യണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ആ മില്ലത്തിനെ പുൽകുവാൻ നമ്മോട് പറഞ്ഞത്?
എന്താണ് ആ മില്ലത്തിന്റെ വ്യതിരക്തത എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ മേന്മായി എന്ന് പറയുന്നത്? ആ മില്ലത്ത് സ്വയം മൂക്കിയത് കൊണ്ട്, അങ്ങനെ ജീവിച്ചത് കൊണ്ട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ആരായി തീർന്നു എന്നുള്ളതാണ്. ഈ മില്ലത്ത് അത് കൊണ്ടുവന്ന് അത് ജീവിതത്തിൽ പുലുകി ജീവിച്ച ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ഉപരിലോകത്ത് നിന്ന് ഇറങ്ങി വന്ന മുഴുവൻ അനുഗ്രാശിഷസ്സുകളും അത് ശിരസിൽ പേരി വാനലോകത്തേക്കും സ്വർഗലോകത്തേക്കും യാത്ര പുറപ്പെടുവാൻ മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, എനിക്കിങ്ങനെ സ്വർഗം കാണിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്നാണ്. അപ്പൊ അവിടെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യന് ചുറ്റും കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ മലക്കുകളെ, ആരാണ് ആ വൃദ്ധൻ? അപ്പോൾ മലക്കുകളുടെ മറുപടി, അത് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായി മരിച്ചുപോയവരാണ്. അപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണ് വസിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ ഇറക്കിയ ഒട്ടനവധി പോരിശുകളുണ്ട്, മഹത്വങ്ങളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങൾ ഒട്ടുമിക്കതും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ചേർത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖലീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചെന്താ? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഖലീൽ എന്ന് പറഞ്ഞാൽ, ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ, ഖലീൽ എന്ന് പറഞ്ഞാൽ ഹൃദയം നിറയെ സ്നേഹിക്കുക എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ഹൃദയം നിറയെ സ്നേഹിക്കുന്നവനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ തിരഞ്ഞെടുത്തു. കൂടാതെ ജനങ്ങൾക്ക് ഇമാമാക്കി, ജനങ്ങൾക്ക് ഇമാമാക്കി എന്ന് പറഞ്ഞു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു എന്ന്. വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെയും ആധിപത്യ രഹസ്യം അത് മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു എന്ന്. ആ മില്ലത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീൻ എന്ന് പേരിട്ടത്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾക്കുള്ള നാമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തുടർത്തുകയും ചെയ്തു. മുസ്ലിമീൻ എന്ന് പേരിട്ട മില്ലത്ത് ഏതാണ്? അത് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മില്ലത്താണ്. അത് ഖിയാമത്ത് നാൾ വരെ വിശ്വാസികൾക്കുള്ള നാമമായി തുടർത്തി. മില്ലത്ത് അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്ത് അതത്രയത്, മുമ്പും ഇതിലും അവൻ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിൽ നമുക്ക്, അതായത് ലോകാവസാനം വരെയുള്ളവർക്ക് മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും ഒരു മാതൃക ഉത്തമമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഏതുവരെ? വമൻ അഹ്സന ദീനം മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ. സദ്വൃത്തനായി തന്റെ മുഖത്തെ അല്ലാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ മതക്കാരുണ്ട്. സദ്വൃത്തനായ അല്ലാഹുവിലേക്ക് ശരിയാണ്, എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക പിൻപറ്റാം. അങ്ങനെ പിൻപറ്റിയവനേക്കാൾ ഉത്തമനായ ഒരുത്തൻ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മോടും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മില്ലത്തിനെ ഇത്തിബാ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പോരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചത് ഏത് മാർഗത്തിലേക്കായിരുന്നു? ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. പറയുക, എൻ്റെ റബ്ബ് എന്നെ നേർമാർഗത്തിലേക്ക് നയിച്ചിരിക്കുന്നു, വക്രതയില്ലാത്ത മതത്തിലേക്ക്, നേർമാർഗത്തിൽ നിലകൊണ്ട ഇബ്രാഹിമിന്റെ ആദർശത്തിലേക്ക്. അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിനയാന്വിതമായ പല ദുആകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ അത് സ്വീകരിക്കുകയും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയും ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ മക്കയെ നിർഭയമുള്ള നാടാക്കാൻ വേണ്ടി
ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നിരുന്നു. ഇന്ന് കാണുന്ന മക്കയല്ല, ജനവാസം ഒട്ടുമില്ല, നാഗരികതയുടെ ഒരു ലക്ഷണവുമില്ല, വെള്ളമില്ല, മൃഗങ്ങളില്ല, ഒരു രൂപവുമില്ല. ആ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി, ജനവാസമുള്ള നാടാക്കി, ഉപജീവനം നൽകുന്ന നാടാക്കി മാറ്റാൻ വേണ്ടി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം കൊടുത്തു. അതിന്റെ ലക്ഷണമാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. വഇസ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദൻ ആമിന വർസുഖു അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻകും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഹു ഖലീലൻ സുമ്മ അദ്തറു ഇലാ അദാബിൻ നാർ വബിസൽ മസീർ. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അതുപോലെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മക്കളെ മുഴുവനും പ്രവാചക ശൃംഖലയിലാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തു. വഹബനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ വജഅൽനാ ഫീ സുരിയതി. അദ്ദേഹത്തിന്റെ പുത്രന്മാരെ, അദ്ദേഹത്തിന്റെ സന്തതികളിൽ എല്ലാവരും നബിമാരാക്കി മാറ്റി തീർത്തു. തുടർച്ചയായി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ചു. ഇസ്മായിൽ, ഇസാഖ് എന്ന് പറഞ്ഞ നബിമാരെ പ്രദാനം ചെയ്തു. തുടർന്നുള്ള നബിമാരൊക്കെയും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിൽ നിന്നാണ് മിക്ക നബിമാരും വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാർ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ ഏറ്റവും വലിയ ചോദ്യം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാം? എൻ്റെ റബ്ബേ, മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരണം. നീ എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹീൽ മൗത. അല്ലാഹുവേ, മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? അപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അത് വിനയാനിതരമായി അള്ളാഹുവിന്റെ പ്രതാപം അത് ആസ്വദിക്കാനുള്ള അമിതമായ ആഗ്രഹത്തിന്റെ ഉൾക്കടമായ ഒരു വാഞ്ചയുടെ തേട്ടമായിരുന്നു. ആ തേട്ടത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ അറുത്ത് പല രൂപത്തിലും ഇടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മാടി വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ആ മാടി വിളിച്ച പക്ഷികളൊക്കെയും തിരിച്ചു വരുന്നതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, അദ്ദേഹം നിന്ന് നിസ്കരിച്ച പ്രാർത്ഥിച്ച സ്ഥലമാണ് മഖാമു ഇബ്രാഹിം. നമ്മൾ ഹജ്ജിനൊക്കെ ഉംറക്കൊക്കെ പോയാൽ നമുക്ക് കാണാം കഅബയോട് തൊട്ട് നിൽക്കുന്ന സ്ഥലം മഖാമു ഇബ്രാഹിം. അദ്ദേഹം നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം നമുക്കും നിന്ന് നിസ്കരിക്കാനുള്ള സ്ഥലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഇനി നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ നിസ്കാരങ്ങളിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്ത പോലെ, ഇബ്രാഹിം നബിനെ അനുഗ്രഹിച്ചതുപോലെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗ്രഹിക്കണമേ എന്ന ഇബ്രാഹിം നബിനെ അനുഗ്രഹിച്ചതുപോലെ, അദ്ദേഹത്തെ കുടുംബത്തിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ, അനുഗ്രഹ ആശീസ്സുകൾ അദ്ദേഹത്തിന്റെ മേൽ ചൊരിയണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. 73 തവണ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. 23 സൂറത്തുകളായി അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് സഹോദരന്മാരെ, എന്തിനാണ് ഇതൊക്കെ നാം എണ്ണി പറഞ്ഞത്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ പുരുഷങ്ങളും മഹത്വങ്ങളും സ്ഥാനമാനങ്ങളും മഹത്വം എത്രയുണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നേടിയെടുത്തു? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് നേടിയെടുത്തത്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് സഹോദരന്മാർ ഇറാഖിലെ ബാബിലോണിയയിലായിരുന്നു. മെസപ്പൊട്ടോമിയൻ നാഗരികത ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്താണ്. ഇറാഖ് എന്ന് പറഞ്ഞാൽ അന്ന് വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും വിഗ്രഹപൂജയുടെ കേദാരവുമായിരുന്നു. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വളർന്ന് പ്രബോധനം നടത്തി. അവിടുന്ന് അദ്ദേഹത്തിന് സിറിയൻ ദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു നാട്ടിൽ നിന്ന് ഇറക്കപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് എത്തിയപ്പോ ആ നാട്ടിലാകട്ടെ ആരാധിക്കപ്പെടുന്നത് ആരെയാണ്? വിഗ്രഹങ്ങളെ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ, ഗോളങ്ങളെ, വാനലോകത്തെ അത്ഭുതങ്ങളെ ഒക്കെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അദ്ദേഹം നേരെ പലസ്തീനിലേക്ക് പോയി. അവിടുന്ന് ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിൽ നിന്ന് വീണ്ടും പലസ്തീനിലേക്ക് വന്നു.
അവിടുന്ന് അദ്ദേഹം ജസീറത്തുൽ അറബ് മക്കയിലേക്കും മറ്റും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അവിടുന്ന് വിശാലമായ വിശുദ്ധമായ രൂപത്തിലുള്ള ചരിത്ര സംക്രമം അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. പക്ഷെ ഇവിടേക്കും അദ്ദേഹം ചെയ്തിരുന്നത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി പരമപ്രധാനമായി അദ്ദേഹം ചെയ്തു വെച്ച ത്യാഗത്തിന്റെ ത്യാഗം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അദ്ദേഹത്തിന് സ്വാർത്ഥമായിട്ട് എന്തൊക്കെയുണ്ടോ, സ്വന്തം ശരീരം, സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ, സ്വന്തം നാട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എന്തൊക്കെയുണ്ടോ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ അദ്ദേഹം പൂർണ്ണ രീതിയിൽ സന്നദ്ധമായി എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം നേടിയെടുക്കേണ്ടതിന്റെ കാരണം. സ്വാർത്ഥമായ ഒരു മനുഷ്യന് സ്വാർത്ഥത എന്ന് കാണിക്കുന്ന എന്തൊക്കെ രൂപങ്ങളുണ്ട്, അത് മുഴുവനും അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം ത്യജിച്ചു എന്നാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തനിക്ക് സ്വാർത്ഥമായ, തനിക്ക് പ്രത്യേകതമായ, തനിക്ക് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും സമർപ്പിച്ചു. സഹോദരന്മാരെ, നമുക്കറിയാം അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ ചില റിപ്പോർട്ടുകളിൽ എന്താണ്, ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് 70 വയസ്സ്, മറ്റു ചില റിപ്പോർട്ട് കാണുന്നത് 90 വയസ്സായെന്നാണ്. അങ്ങനെ കുട്ടി ആയിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന എന്താണ്? നമുക്കറിയാം, ഒരു പ്രായം ചെന്നാൽ ഒരു 50 വയസ്സിൽ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചാൽ, അല്ലെങ്കിൽ 40 വയസ്സിൽ കുറേ കാലം കാത്തിരുന്നിട്ടാണ് ഒരാൾക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അയാളുടെ പ്രതീക്ഷ എന്തായിരിക്കും? അദ്ദേഹത്തിന് കുട്ടി ഉണ്ടാക്കുന്നത് 70 90 വയസ്സിലാണ് എന്ന് പറഞ്ഞാൽ പ്രായമായി, വാർദ്ധക്യമായി, മുടി നരച്ച്, തൊലികൾ ചുളിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന പരുവത്തിലാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന എന്താണെന്നറിയോ? ആ കുട്ടിയെയും ഭാര്യയെയും മക്കയിലേക്ക് ഉപേക്ഷിച്ച് കടന്നു കളയാൻ വേണ്ടി ചേർന്നു. അദ്ദേഹം പോയി, പലസ്തീനിൽ നിന്ന് അദ്ദേഹം മക്കയിലേക്ക് എത്തി. അവിടെ എത്തിയിട്ട് കുഞ്ഞിനെയും ഭാര്യയെയും അദ്ദേഹം അവിടെ നിർത്തിയിട്ട് അദ്ദേഹം കടന്നിങ്ങനെ പോവുകയാണ്. ഭാര്യ ഹാജറുമ്മ വിളിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം, യാ ഇബ്രാഹിം, അതിനകത്തത് എവിടെയാണ് നിങ്ങൾ പോകുന്നത്? അദ്ദേഹം വിളി പോലും കേൾക്കുന്നില്ലെന്നാണ്. ഭാര്യയുടെ ഏകൊരു ചോദ്യം ഉണ്ടായി, ഇത് അള്ളാഹു കൽപ്പിച്ചിട്ടാണോ താങ്കൾ ഇങ്ങനെ പോകുന്നത്? അപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അള്ളാഹു കൽപ്പിച്ചിട്ടാണ്. അപ്പൊ ഭാര്യ പ്രതികരിച്ചു, എങ്കില് ആ അള്ളാഹു നമ്മളെ കൈയൊഴിയുകയില്ല. അപ്പൊ വാർദ്ധക്യത്തിൽ അങ്ങേ എത്തിയപ്പോ മക്കളെയും മകനെയും അതുപോലെ തന്നെ ഭാര്യയും ഉപേക്ഷിച്ച് കടന്നു പോവുക. അത് പറഞ്ഞ് ഇന്ന് കാണുന്ന ഒരു ജനവാസവും ഇല്ലാത്ത, ഒരു നാഗരികയുടെ ഒരു അംശവും തീണ്ടാത്ത ഒരു പ്രദേശം, അവിടെ പോലും വ്യക്തമായ ത്യാഗം അദ്ദേഹം സഹിച്ചു. ഭാര്യയാകട്ടെ, ഭാര്യയും അള്ളാഹുവിന്റെ മുന്നിൽ വജികാംക്ഷിച്ചുകൊണ്ട് ത്യാഗം സഹിക്കാൻ വേണ്ടി അവർ തയ്യാറായി. ഇതല്ല എങ്കിൽ അള്ളാഹു നമ്മളെ കൈയൊഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ പ്രദേശം എന്ന് പറയുന്നത് വിഗ്രഹാരാധനകൾ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന പണി ഖുർആൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. എത്രയും പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വിഗ്രഹങ്ങളെയും നമ്മളെയും ആകാശങ്ങളെയും ഒക്കെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും ആ സമൂഹം കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ആ സമൂഹം വേറെ എന്തൊരു ആവശ്യത്തിനോ ഉത്സവത്തിനോ മറ്റോ പോയപ്പോ അദ്ദേഹം ചെയ്തു വെച്ച പരിണിതമായ പ്രവർത്തനങ്ങൾ ധാരാളം നിങ്ങൾ കേട്ടിരിക്കും. വിഗ്രഹങ്ങളെയും തച്ചുടച്ചു, ഒരു വിഗ്രഹത്തെ മാത്രം അവിടെ ഉപേക്ഷിച്ചു. അപ്പൊ അവർ വന്ന് ചോദിച്ചു, ആരാണ് ഇത് ചെയ്തത്? അപ്പൊ അവരെ കൂട്ടിയുള്ള സംഭാഷണങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവൻ ഈ വിഗ്രഹ ആരാധനയ്ക്ക് എതിർക്കുന്ന ആളാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പറയുന്ന ആളാണ്. എല്ലാവിധ അള്ളാഹുവിന്റെ പുറമെ തിരിയുന്ന താകൂത്തുകളെയും വർജിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഇബ്രാഹിം എന്നൊരു യുവാവുണ്ട്. അങ്ങനെ നാട്ടുകാർ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനാണ് ചെയ്തത്, ഈ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചിട്ടുണ്ട്, ഒരു വലിയ വിഗ്രഹം മാത്രം ഇവിടെ ഉണ്ട്. അപ്പൊ അവരോട് അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു വലിയ വിഗ്രഹം ഉണ്ടല്ലോ, നിങ്ങൾ ആ വിഗ്രഹത്തോട് ചോദിച്ചു നോക്ക്. നിങ്ങളെല്ലാം വിഗ്രഹം കേൾക്കുന്നു, കാണുന്നു, അറിയുന്നൊക്കെ നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ വലിയ വിഗ്രഹത്തോട് ചോദിച്ചു. പറഞ്ഞാവൂലാൻഫുസിയും, അവർ ഒന്ന് സ്തംഭിതമായി, അവർ അവരിലേക്ക് തന്നെ മടങ്ങിയെന്നാ ഖുർആൻ പറയുന്നത്. ഒന്ന് സ്തംഭിച്ചു പോയി അവർ. എന്താ ഇപ്പൊ പറയുന്നത്? വഖാലു ഇന്നക്കും അന്തും വാലിമൂൻ, നിങ്ങൾ വൃത്തികെട്ട ആൾക്കാരാണ്, അതിക്രമികരായ ആൾക്കാരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അവരൊന്ന് സ്തംഭിച്ചു പോയി. എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിനക്കറിയില്ലേ അതൊന്നും സംസാരിക്കില്ല എന്ന്? ഇതൊന്നും സംസാരിക്കില്ല നിനക്കറിയില്ലേ? അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്കിലേ
നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഒരു ഉപകാരം ചെയ്യാത്ത, ദ്രോഹിക്കാത്ത, കേൾക്കാത്ത, കാണാത്ത അതിനെയൊക്കെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പൊ അവരുടെ മറുപടി എന്താണ്? നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയാണ് ആരാധിക്കുന്നത് കണ്ടിരുന്നത്. പിതാക്കന്മാർ അങ്ങനെയാണ് ആരാധിക്കുന്നത് കണ്ടിരുന്നത്. എല്ലാ സമയത്തും സഹോദരന്മാരെ, എല്ലാ കാലത്തും അള്ളാഹുവിന് പുറമെ ശ്രദ്ധ തിരിക്കുന്നവരുടെ വാദം ഇബ്രാഹിം നബിന്റെ സമൂഹം ഉന്നയിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളിവിടെ ദർഗയിൽ പോകരുത്, ജാറത്തിൽ പോകരുത്, മക്കാമിൽ പോകരുതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ ഉപ്പാപ്പൻ്റെ ഉപ്പ നരകത്തിലാണോ, നമ്മുടെ ഉമ്മാമൻ്റെ ഉമ്മാമ നരകത്തിലാണോ എന്ന ഇതേ ചോദ്യം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും എല്ലാം വഴിവെളിച്ചവരാണ്. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും എല്ലാം വഴിവെളിച്ചവരാണ്. അവർക്ക് ദേഷ്യം പിടിച്ചു. അവർ അദ്ദേഹത്തെ തീ കൂട്ടിയിട്ട് അതിലേക്ക് എറിയാൻ വേണ്ടി കൽപ്പിച്ചു. കാലു ഹരിക്കൂ, തീ കൂട്ടി എറിയാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ അങ്ങനെ നിങ്ങളെ ഇലാഹുകളെ സഹായിക്കുക. ഇവർ പരസ്പരം പറയുക, നമ്മുടെ ആരാധ്യന്മാരെ നിങ്ങൾ സഹായിക്കുക, ഇവരങ്ങ് തീയിലേക്ക് ഇടുക. അപ്പൊ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായി. ഇബ്രാഹിം, ഇബ്രാഹിമിന് തീയേ നീ തീയും, തീയേ നീ തണുപ്പും, അതുപോലെ തന്നെ സമാധാനവും കൊടുക്കുകയെന്ന് അള്ളാഹു സുബ്ഹാനഹു തന്റെ കൽപ്പനയുണ്ടായെന്ന്. സഹോദരന്മാരെ, എല്ലാ രംഗത്തും സ്വന്തം ത്യജിക്കാൻ, സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു പോകാം. ഏനോ അദ്ദേഹം തിരിച്ചു വന്നു മക്കയിലേക്ക് തിരിച്ചു വന്നു. മകൻ കളിക്കുകയാണ്, മകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എത്ര ആകാംക്ഷയായിരിക്കും. വാർദ്ധക്യത്തിലെത്തിയൊരു പിതാവാണ്, ഒരു 70-80 എത്തിയ പിതാവാണ്. നരജാരകൾ ബാധിച്ച് നടക്കാൻ മര്യാദയ്ക്ക് ശേഷിയില്ലാത്ത, തൊലികൾ ചുളിഞ്ഞ, ചുക്കിച്ചുളിഞ്ഞ ഒരു പിതാവാണ്. ആ പിതാവിൽ വളർന്നു വരുന്ന മകനിലുള്ള ആകാംക്ഷയും പ്രതീക്ഷയും എത്രമാത്രം ഉണ്ടായിരിക്കും. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത്. എന്താണ്? മകനെ അള്ളാഹുവിന്റെ വേണ്ടി ബലിയർപ്പിക്കണം. അതിന് അദ്ദേഹം പൂർണ്ണ രീതിയിൽ സന്നദ്ധനായി. മകനോട് പറഞ്ഞു, ഇതാ അള്ളാഹുവിന്റെ കൽപ്പന ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ മകന്റെ പ്രതികരണം എന്താ? അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതങ്ങ് ചെയ്തേക്ക്. ഞാൻ ക്ഷമിക്കുന്ന ആളിൽപ്പെട്ട രീതിയിൽ താങ്കൾക്ക് എന്നെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ട, ഉപ്പയുടെ അതേ മകൻ. അനീഫ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ചെരിവില്ലാത്ത, വക്രതയില്ലാത്ത, നമ്മൾ നാട്ടക്കൊത്താളെന്നൊക്കെ പറയുന്നില്ലേ, ഉപ്പന്റെ അതേ രീതി, അതേ നിലപാടെടുത്തു. ത്യാഗം സഹിക്കാൻ സന്നദ്ധനായി, മകനും സന്നദ്ധനായി. അർക്കാൻ വേണ്ടി പോയി. അവിടെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. ആട്ടിനെ അർക്കാൻ വേണ്ടി കൽപ്പിച്ചു. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഏത് നിലപാടുകളിലും അള്ളാഹുവിന് വേണ്ടി ത്യാഗം പരിപൂർണ രീതിയിൽ ത്യജിച്ച മഹാനായൊരു നേതാവായിരുന്നു. ഇപ്പൊ സ്വന്തം നാട് ത്യജിക്കാൻ, ഇപ്പൊ നമുക്കറിയാം, നമുക്കിവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ നാട് ത്യജിച്ച് പോകുക എന്നത് വലിയ വിഷമമുള്ള കാര്യമായിരിക്കും. സ്വന്തം നാട് ഉപേക്ഷിച്ച് പോകുക എന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ പലസ്തീനിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി താമസിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ സ്വന്തം നാട് പോലും അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചു എന്നാണ്. അദ്ദേഹം പിതാവുമായിട്ട് സംസാരിക്കുന്ന സംഭാഷണങ്ങളൊക്കെ ഖുർആൻ ധാരാളം വിശദീകരിക്കുന്നുണ്ട്. അതൊരു 20 മിനിറ്റ് കുത്തുബയിലൊന്നും നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. ഇത് ഉപ്പ, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? കേൾക്കാത്ത, കാണാത്തതിനൊക്കെയാണ് ആരാധിക്കുന്നത്. എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്റെ പൊന്നുപ്പേ, ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനോട് അനുസരണക്കേട് കാണിക്കുന്നതാണ്. അങ്ങനെ ഉപ്പാനെ കുറെ ഉപദേശിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ഉപ്പ ഒരു തരത്തിലും വഴങ്ങിയില്ല. ഉപ്പ പറഞ്ഞു, ഇബ്രാഹിം, ഇബ്രാഹിം, നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ നിന്നെ എറിഞ്ഞോടിക്കും, അല്ലെങ്കിൽ എറിഞ്ഞു കൊന്നുകളിയുമെന്നാണ്. എറിഞ്ഞോടിക്കും നാട്ടിൽ. അപ്പൊ അതിന് യാതൊരു തരത്തിലും കൂസലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ഞാൻ എൻ്റെ റബ്ബിനോട് താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടാം.
അവൻ എന്നോട് വളരെ ദയാലുവാണ്. അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. നിങ്ങളെയും അല്ലാഹുവിന്റെ പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെയും ഞാൻ വെടിയുന്നു. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ ഭാഗ്യം കെട്ടവനാകാതിരുന്നേക്കാം എന്ന് അദ്ദേഹം പ്രതികരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നാട് ഉപേക്ഷിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം സ്വന്തം നാടും അല്ലാഹുവിന്റെ പുറമെ ആരാധിക്കുന്നവരേക്കും വെടിഞ്ഞുകൊണ്ട് പോയപ്പോ അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും എല്ലാവരെയും നാം എന്താക്കി? നബികളാക്കി മാറ്റി തീർത്തു, പ്രവാചകന്മാരാക്കി. അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ചതിൻ്റെ പരിണിതമായ ഫലമാണ് സഹോദരന്മാരെ. ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിശദീകരിച്ചിരുന്നുണ്ട്. അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, അവിടുന്ന് തർക്കിക്കുന്നുണ്ട്, കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടുന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നില്ല കിട്ടിയിരുന്നത്. അപ്പോൾ എവിടെയും അല്ലാഹുവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ വേണ്ടി സന്നദ്ധയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥമായ എന്തൊക്കെ കാര്യമുണ്ട്, നമുക്ക് വരുന്ന എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ട്, ആ പരീക്ഷണങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ത്യജിക്കുവാനും അള്ളാഹുവിനെ ബരമേൽപ്പിക്കുവാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ സംഗതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സത്യവിശ്വാസികളാക്കി നമ്മെ ഏവരെയും മാറ്റി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ സത്യം എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി ഒഴുകുന്ന ശുദ്ധ നദിയാണ്. അസത്യം സകല അഴുക്കുകൾ കൊണ്ട് മലിനമായ വൃത്തികേടുകൊണ്ട് നീങ്ങുന്ന ഒരു നദിയായിരിക്കും. അതുകൊണ്ട് തന്നെ സത്യം സത്യമായി നിലകൊള്ളണം, അസത്യം അസത്യമായി നിലനിൽക്കണം. അത് കൂടിക്കൂടിയുന്ന പ്രശ്നമില്ല, അവിടെ ഒരു സമന്വയത്തിൻ്റെ വഴിയില്ല. സത്യം സത്യമാണ്, അസത്യം അസത്യമാണ്, അതൊരിക്കലും എന്താകില്ല, കൂടിക്കൊഴിയുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മില്ലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സത്യസന്ധമായി കാര്യങ്ങളെ അദ്ദേഹം നോക്കിക്കണ്ടു. കാര്യങ്ങൾ തുറന്നു പറയേണ്ടടുത്ത് തുറന്നു പറഞ്ഞു, വെട്ടി തുറന്നു പറയേണ്ടടുത്ത് വെട്ടി തുറന്നു പറഞ്ഞു. അദ്ദേഹം ഏറ്റവും വിനയാനിതനായിരുന്നു. പക്ഷേ ആദർശ കാര്യത്തിൽ വളരെ ശക്തമായ ഉറച്ച നിലപാടുള്ള ആളായിരുന്നു. ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം കാണിച്ചില്ല. എന്നാൽ എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ താഴ്മയുള്ള ആളായിരുന്നു, വളരെ വിനയാനിതനായിരുന്നു. ആദർശക്കാര്യത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ വജികാംക്ഷ കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരാളുടെ ആക്ഷേപത്തെയും ഗൗനിച്ചില്ല. ആരൊക്കെ എന്നെ പരിഗണിക്കുമെന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ആരൊക്കെ എന്നെ ആട്ടിപ്പുറത്താക്കും, എനിക്കെന്ത് സ്ഥാനങ്ങൾ കിട്ടും, എനിക്കിവിടെ മാനങ്ങൾ കിട്ടും, ഒന്നും പറഞ്ഞില്ല. അള്ളാഹുവിൻ്റെ വേണ്ടി നമുക്ക് സ്വാർത്ഥമായി എന്തൊക്കെ ത്യജിക്കാൻ സാധിക്കുമോ അത് ത്യജിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഹനീഫിയത്തിൻ്റെ വക്താക്കളാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരന്മാർ, നമുക്കുണ്ടാകുന്ന, നമ്മളൊക്കെ പലപ്പോഴും പറയും നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ ആ പരീക്ഷണങ്ങളോട് നമ്മൾ കാണിക്കുന്ന സമീപനം എന്തായിരിക്കും? ഇപ്പം മുട്ടുവേദന, കർശമായൊരു മുട്ടുവേദന വന്നു, കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പരിശോധിക്കണം. അവസാന റിസൾട്ട് കിട്ടിയത് എന്തോ ക്യാൻസറാണ്, അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. എങ്കിൽ ആ സമയത്ത് നമ്മൾ വെച്ച് പുലർത്തുന്ന ക്ഷമ, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാണ്ട് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും വിഷമതകളിലും ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും നമ്മൾ കാണിക്കാൻ വേണ്ടി പറ്റുന്ന ക്ഷമ, ആ ക്ഷമയിൽ നമ്മുടെ സമീപനം എന്തായിരിക്കും? ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ സമൂഹങ്ങളെ മുഴുവനും വിദികത്തിലും കുഫറിലും മറ്റുള്ള അന്ധവിശ്വാസങ്ങളിലൊക്കെയും മുഴുകിക്കൊണ്ടിരിക്കും. ഒരിക്കൽ മരിച്ച വീട്ടിൽ നമ്മൾ പോയി, എല്ലാവരും അവിടെ യാസീൻ ഒന്ന് പ്രാർത്ഥിക്കുന്നു.
നമുക്കെങ്ങനെ വേറിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും? അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളൊന്ന് കൈ ഉയർത്താം. എല്ലാവരും ചുണ്ടനക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ചുണ്ടനക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും യാസീൻ ചൊല്ലുന്നുണ്ട്, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂട്ടം കൂടി കഴിയുക എന്നതല്ല. വ്യക്തമായ ആദർശ ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ വ്യതിരക്തമായി മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതക്രമം അത് ആര് വെച്ച് പുലർത്തി? അത് മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി ഏത് പരിസ്ഥിതിയിലും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അങ്ങേറ്റം പുകഴ്ത്തി പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം നബി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഉമ്മത്താണ്, ഒരു സമൂഹമാണ്, ഒരു സൊസൈറ്റിയാണ്, സമുദായമാണ്. അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ട ആളാണ്. കാണിത്തല്ലില്ല, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ട ആളാണ്. ഹനീഫൻ, ഋജുമാനസ്കനായ, മറ്റൊരു ഉദ്ദേശം അദ്ദേഹത്തിനില്ല. മരിച്ചു പോകും, 45, 60, 70 ഇവിടുന്ന് പോകും. പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട്, പുതിയത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. പഴയ നമ്മൾ എന്താക്കും? മണ്ണിലേക്ക് ഇങ്ങനെ അമർന്നു പോകും. അപ്പൊ എന്താണ് നമുക്കെന്താണുള്ളത്? ഹനീഫിയത്ത് ഉണ്ടായിരിക്കണം. വലം യകും മിനൽ മുശ്രികീൻ, ഒരു തരത്തിലും പങ്കുചേർക്കുന്ന ആളായിരുന്നില്ല. ഒരു തരത്തിലും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം വെച്ച് പുലർത്തിയ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ പുൽക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു നമ്മോട് പറഞ്ഞു. ആ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അദ്ദേഹം പ്രാർത്ഥിക്കും, അദ്ദേഹം മഹ്ശറിൽ വെച്ചിട്ട്, അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനിക്കരുതേ. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, ഖിയാമത്ത് നാളിൽ എന്നെ അപമാനിപ്പിക്കരുത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പിതാവ് ആസർ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പോകും. അപ്പൊ അവിടെ വെച്ചിട്ട് എന്നെ നീ അപമാനിപ്പിക്കരുതേ എന്ന് മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ കുറച്ച് താടി നീണ്ടതായിരിക്കും, ഇവിടെ നിസ്കാരം തേമുണ്ടാവും, ഒരു 5 നേരം പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കുന്ന ആളായിരിക്കും. എങ്കിലേ നമ്മുടെ ഭാര്യയോട് നമ്മുടെ മോശമായ സ്വഭാവമായിരിക്കും, നമ്മുടെ ഭർത്താവിനോട് മോശമായ സ്വഭാവമായിരിക്കും, അയൽക്കാരായിട്ട് ഒരു മുണ്ടാട്ടം ഉണ്ടാവുകയില്ല, സഹോദരന്മാരായിട്ട് വർഷങ്ങളായി ബന്ധവിച്ഛേദനത്തിലായിരിക്കും. എനിക്ക് നിസ്കാരമുണ്ട്, കാരണം എന്താണ്? ഞാൻ സ്വർഗത്തിലാണ്. അതാണ് മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇത്രയധികം പോരിശകൾ എണ്ണിപ്പറഞ്ഞ മറ്റൊരു പ്രവാചകനില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം അല്ലാഹുവേ നീ എന്നെ അപമാനിക്കരുതേ. അപ്പൊ എൻ്റെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ചിന്തിക്കേണ്ട വിഷമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ നമുക്കുണ്ടായിരിക്കണം. മരിച്ചു പോക്കുന്ന നാളുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. വരുന്ന സെക്കൻഡുകൾ നമ്മൾ മരിക്കാൻ വേണ്ടി പോകുന്ന സെക്കൻഡാണ്. വരുന്ന മിനിറ്റുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഈ ഭൂമിക്ക് താഴാൻ വേണ്ടി പോകുന്ന, കബറിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ഒരു പരിവർത്തനത്തിന്റെ ചിന്തയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അതാണ് മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. സഹോദരന്മാരെ, മറ്റൊരു കാര്യം, വലിയ രീതിയിലാണ് മഴ പെയ്യുന്നത്. സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയാണ്. അല്ലാഹുവേ മഴയെ ഉപകാരപ്പെടുന്ന രീതിയിലാക്കണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. പഴയ കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മഴയാണ്. പണ്ടൊക്കെ ഒരു രൗദ്രഭാവം മഴക്കൊന്നുണ്ടായിരുന്നില്ല. ഇപ്പം മഴ പെയ്യുമെന്ന് തന്നെ ബേജാറാകുകയാണ്, പേടിക്കുകയാണ്. ഈ മഴ കൊണ്ടെത്തിക്കുന്ന പരിണിത ഫലം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നമുക്കുണ്ടായിരിക്കണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി. അല്ലാഹുവേ നല്ല മഴ പെയ്തു, എന്തൊരു റഹ്മത്താണെന്നറിയോ, ഇതിൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മഴ ഓവറാകുകയാണ്, അധികരിച്ച് പെയ്യുകയാണ്. ഒരാഴ്ചയൊക്കെ റെഡ് അലർട്ടുകളും മറ്റൊക്കെ വന്ന് വെള്ളപ്പൊക്കങ്ങളൊക്കെ അധികരിച്ച് വരുമ്പോൾ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ ഈ മഴയെക്കുറിച്ച് മാറ്റിത്തരണമേ, കുറച്ച് സമാധാനം തരണമേ. വീടിൻ്റെ കോലായിയൊക്കെ വൃത്തികേടാകുന്നുണ്ട്, ചുമരുകളൊക്കെ വിള്ളൽ കാണുന്നുണ്ട്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹു ഈ മഴ നമ്മിലേക്ക് നീ അധികരിപ്പിച്ച് പെയ്യിപ്പിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനകൾ വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, അല്ലാഹുവേ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, ഉപകാരപ്രദമായ മഴയാക്കണേ എന്നുള്ളത്. രണ്ടാമത്തത്, നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ടാണ് ഈ മഴ പെയ്ത് എന്നുള്ളത്. മൂന്നാമത്തത്, മഴ ഓവറാകുമ്പോൾ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന.
അള്ളാഹു ഈ മഴ നീ ഇവിടുന്ന് മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ നല്ല കാറ്റുകൾ വരികയാണ്. ഇപ്പം ഇന്നലെ ഒരു പ്രദേശമായ ഒരു വെളിയന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രദേശം, അവിടെ തന്നെ ഒരു ചുഴലിക്കൊടുങ്കാറ്റടിച്ച് 10-20ഓളം വീടുകൾ തകരുകയാണ്. ഒരു ചെറിയ പ്രദേശത്ത് എവിടുന്ന ഈ കാറ്റ് വന്നത് എന്നൊരു പിടുത്തില്ല. അതുകൊണ്ട് അതുപോലുള്ള കാറ്റുകൾ കാണുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ, അള്ളാഹു ഇതിന്റെ നന്മകൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ ഖൈറ മാ ഫീഹ, ഈ കാറ്റ് കൊണ്ടുവരുന്ന എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ ഞാൻ ചോദിക്കുന്നു. വ ഖൈറ മാ ഉർസിലത് ബിഹി, അത് അയക്കപ്പെട്ട നന്മയും ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹ, അല്ലാഹുവേ അതുണ്ടാക്കുന്ന തിന്മയെ തൊട്ട് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. വ ശർരി മാ ഫീഹ, അതുണ്ടാക്കുന്ന എന്തൊക്കെ തിന്മയുണ്ടോ അതിനൊക്കെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വ ശർരി മാ ഉർസിലത് ബിഹി, അത് നീ അയക്കപ്പെട്ടത് എന്ത് തിന്മ കൊണ്ടാണോ ആ തിന്മയെ തൊട്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥന. സഹോദരന്മാരെ, ഇതൊക്കെ നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വലിയ ഇടി മിന്നൊക്കെ കാണുമ്പോൾ സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി എന്ന പ്രാർത്ഥന, അതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നാഫിയായ ഇൽമുകളും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, മഴ നല്ല രീതിയിൽ നീ പെയ്യിപ്പിക്കണമേ. മഴ കൊണ്ടുണ്ടാക്കുന്ന എല്ലാവിധ ദോഷങ്ങളെയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും തൊട്ട് നമ്മളെവരെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, കാറ്റുകൾ നീ നല്ല രീതിയിൽ ഈ പ്രദേശത്തേക്ക് നീ വീശിപ്പിക്കണമേ. അതുണ്ടാക്കുന്ന എല്ലാ ദോഷങ്ങളെ തൊട്ടും, അത് ഏത് ദോഷം കൊണ്ടാണോ നീ ഇവിടെ അയച്ചത് അതിൻ്റെ തിന്മകളെ തൊട്ടും അല്ലാഹുവേ നമ്മളെവരെ നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.